പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവസാനം ഇനിയും ആയിട്ടില്ല. അവസാനം ഇനിയും ആയിട്ടില്ല യേശുവാണ് പറയുന്നത്. സാഹചര്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ യുഗാന്ത പ്രഭാഷണം പറയും. മത്തായിലും മർക്കോസിലും ഉണ്ട് ഈ പ്രഭാഷണങ്ങൾ. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിന് മഹത്വം കൊടുത്തു മനോഹരമായ വലിയ കല്ലുകൾ, മനോഹരമായ സൗധം. രണ്ടാമത്തെ യേശു മറുപടി പറയും, നിങ്ങൾ ഈ കാണുന്നവയെല്ലാം കല്ലിന്മേൽ കരുശേഷിക്കാതെ അവസാനിക്കുന്ന സമയം വരുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് യുഗാന്തം? അപ്പോൾ യുഗാന്തത്തെക്കുറിച്ചും ജെറൂസലത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആദ്യത്തേത് യേശു പറഞ്ഞു ഈ കല്ലിന്മേൽ ശേഷിക്കാതെ വരും, അത് സംഭവിച്ചു AD 70. പക്ഷേ രണ്ടാമത്തത് യുഗാന്തം, കർത്താവിൻ്റെ 2ാം വരവ്, അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. അപ്പം അതിനു മുമ്പ് ഒരുപാട് പീഡനങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, വ്യാജ പ്രവാചകന്മാർ കടന്നു വരും. ഒരു കാര്യം യേശു പ്രത്യേകം എടുത്ത് പറയുന്നു, യുഗാന്തത്തെക്കുറിച്ച് നിങ്ങൾ വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല. അതെപ്പോഴാണ് വരിക തമ്പുരാൻ പിതാവിന് മാത്രമേ അറിയൂ. നമ്മൾ അതിനെക്കുറിച്ച് വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, നിൻ്റെ ജീവിതത്തിന് അവസാനമുണ്ട്. നിൻ്റെ മരണം അതെപ്പോഴും അറിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ലോകാവസാനത്തെക്കുറിച്ചോ യുഗാന്തത്തെക്കുറിച്ചോ അന്ത്യവിധിയെക്കുറിച്ചൊക്കെ വികൃതപ്പെട്ടു പോകാതെ, എൻ്റെ ജീവിതം ഹ്രസ്വമാണ്, അത് ഏത് നിമിഷവും അവസാനിക്കാം. ഇന്നാകാം, നാളെയാകാം, എപ്പോഴെങ്കിലും അവസാനിക്കാം. കർത്താവിന് മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ജീവിതം ഹ്രസ്വമാണെന്നും അതെപ്പോൾ അവസാനിക്കുന്ന അറിയില്ലാത്തത് കൊണ്ട് ഞാനെപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതാണ് പറയുന്നത്, അവസാനം ഇനിയും ആയിട്ടില്ല. ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിൻ്റെ അവസാനം എപ്പോഴാകും അതറിയാൻ പാടത്തുനിന്ന് ഒരുങ്ങിയിരിക്കുക. ദേവാലയത്തിലും സംഭവിച്ചു, ദേവാലയം തകർക്കപ്പെട്ടു. ഇന്ന് അതിൻ്റെ അവശിഷ്ടമായിട്ട് ആകപ്പാടെ ഒരു മതിലിൻ്റെ കഷ്ണം മാത്രമേ ഉള്ളൂ. വെസ്റ്റേൺ വാൾ എന്ന് പറയും, വെയിലിംഗ് വാൾ. ദേവാലയം തകർക്കപ്പെട്ടു, അതുപോലെ ഞാനും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. എപ്പോഴാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മുടെ പ്രവൃത്തിയുണ്ട് നിൻ വഴിയേ